Very good morning and good afternoon to all. Today we will discuss about testing of market efficiency. Test of market efficiency look at the whether specific investment strategies earn excess returns. Some tests also account for transaction cost and execution feasibility, since an excess return on investment in the difference between the actual and expected return on that investment, there is implicit in every test of market efficiency a model for this expected return. So, test of market efficiency look at whether specific investment strategies earn excess return. മാർക്കറ്റ് എഫിഷ്യൻസിയുടെ ടെസ്റ്റ് എന്താ നോക്കുന്നത്? ഏതെങ്കിലും പർട്ടിക്കുലർ സ്ട്രാറ്റജി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ത് ചെയ്തിട്ടുണ്ടോ, എക്സസ് റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ടോ, ഏൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി നോക്കുന്നത്. സം ടെസ്റ്റ് ആൾസോ അക്കൗണ്ട് ഫോർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് എക്സിക്യൂഷൻ ഫീസിബിലിറ്റി. ചില ടെസ്റ്റുകൾ ട്രാൻസാക്ഷൻ കോസ്റ്റും അതേപോലെ തന്നെ എന്താണ് എക്സിക്യൂഷൻ സ്ട്രാറ്റജിക്ക് എക്സിക്യൂഷൻ ഫീസിബിലിറ്റി ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. സോ ആൻ എക്സസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. എക്സസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ദർ ഈസ് ഇംപ്ലിസിറ്റ് ഇൻ എവറി ടെസ്റ്റ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി. ഓരോ ടെസ്റ്റ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസിയിലും എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്തുണ്ടാവും, ഒരു മോഡൽ ഉണ്ടാവും. ഓക്കെ. In every case, a test of market efficiency is a joint test of market efficiency and the efficacy of the model used for expected returns. അപ്പം എല്ലാ കേസിലും എന്താണ് ടെസ്റ്റ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് എഫിഷ്യൻസിയുടെ ടെസ്റ്റും പ്ലസ് എന്താണ് ആ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള മോഡലിൻ്റെ എഫിക്കസിയും കൂടിയുള്ള എന്താണ്, അത് രണ്ടും എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്ന ഒരു എന്തായിരിക്കും കേസായിരിക്കും എന്തിലുണ്ടാവുക, ടെസ്റ്റ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസിയിൽ ഉണ്ടാവുക. So there are number of different ways of testing for market efficiency and the approach used will depend upon great part on the investment scheme being tested. എന്താണ്, ഒരുപാട് വഴികളുണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ഫോർ മാർക്കറ്റ് എഫിഷ്യൻസിയിൽ. ആൻഡ് ദ അപ്രോച്ച് യൂസ്ഡ്, ഏത് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള എന്തിൻ്റെ അടിസ്ഥാനമായിരിക്കും ഡിപ്പെൻഡ് ഇൻ ഗ്രേറ്റ് പാർട്ട് ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ബീങ് ടെസ്റ്റഡ്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിന് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണോ ടെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും എന്താണ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ടെസ്റ്റ് ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന പ്രധാനമായിട്ടും 3 ടെസ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്: ഇവൻറ്റ് സ്റ്റഡി, പോർട്ട്ഫോളിയോ സ്റ്റഡി ആൻഡ് റിഗ്രഷൻ. ഫസ്റ്റ് വൺ, ഇവൻറ്റ് സ്റ്റഡി. സോ എൻ ഇവൻറ്റ് സ്റ്റഡി ഈസ് ഡിസൈൻഡ് ടു എക്സാമിൻ മാർക്കറ്റ് റിയാക്ഷൻസ് ടു ആൻഡ് എക്സസ് റിട്ടേൺസ് അറൗണ്ട് സ്പെസിഫിക് ഇൻഫർമേഷൻ ഇവൻറ്റ്സ്. ഒരു ഇവൻറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, എക്സാമിൻ ദ മാർക്കറ്റ് റിയാക്ഷൻസ് ആൻഡ് എക്സസ് റിട്ടേൺസ് അറൗണ്ട് സ്പെസിഫിക് ഇൻഫർമേഷൻ ഇവൻറ്റ്. ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് സംഭവിക്കുന്ന സമയത്ത് അതിൻ്റെ മാർക്കറ്റ് റിയാക്ഷനും അതേപോലെ എക്സസ് റിട്ടേണും എന്താണ് എക്സാമിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ഉപയോഗിക്കുന്നത്, ഇവൻറ്റ് സ്റ്റഡി ഉപയോഗിക്കുന്നത്. സോ ദ ഇൻഫർമേഷൻ ഇവൻറ്റ്സ് ക്യാൻ ബി മാർക്കറ്റ് വൈഡ് such as macroeconomic announcement or firm specific such as earnings or dividend announcement. അല്ലേ? അപ്പം എന്താണ് ഈ ഇൻഫർമേഷൻ ഇവൻ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് വൈഡ് ആവാം, അതായത് മാക്രോ എക്കണോമിക് അനൗൺസ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഫേം സ്പെസിഫിക് ഏതെങ്കിലും ഓർഗനൈസേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് ഉള്ളതാവാം, അതായത് എന്താണ് ഏണിങ്സ് അനൗൺസ്മെൻറ്റോ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റോ ഒക്കെ ആവാം. അല്ലെ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു മാക്രോ എക്കണോമിക് അനൗൺസ്മെൻ്റ് ആണ്, എല്ലാ ഒരേ രീതിയിൽ എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. അപ്പോൾ ആ ഡിമോണിറ്റൈസേഷൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആ അനൗൺസ്മെൻറ്റ് കൊണ്ട് എന്ത് മാറ്റമാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്, അത് റിട്ടേണിന് ഏത് തരത്തിലാണ് ബാധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവൻറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. അവിടെ ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ്, അനൗൺസ്മെൻറ്റ് ഓഫ് എന്താണ് ഡിമോണിറ്റൈസേഷനാണ്. നോക്കുക, സ്റ്റെപ്സ് ഇൻ ദ ഇവൻറ്റ് സ്റ്റഡി: ഐഡൻറ്റിഫൈ ദ ഇവൻറ്റ്, കളക്ടിങ് റിട്ടേൺസ്, അഡ്ജസ്റ്റ് ഫോർ മാർക്കറ്റ് പെർഫോമൻസ് ആൻഡ് റിസ്ക്, കാൽക്കുലേറ്റ് ക്രോസ് സെക്ഷണൽ ആവറേജ് ആൻഡ് എസ്റ്റിമേറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. 5 സ്റ്റെപ്സ് ആണുള്ളത്. ഇത് ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ ദ ഇവൻറ്റ്. The event to be studied is clearly identified and the date on which the event was announced pinpointed. എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ ഇവൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ദ ഇവൻറ്റ് ടു ബി സ്റ്റഡീഡ് ഈസ് ക്ലിയർലി ഐഡൻറ്റിഫൈഡ്. ഐഡൻറ്റിഫൈ ചെയ്യുകയും അതേപോലെ തന്നെ എന്താണ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഇവൻറ്റ് വാസ് അനൗൺസ്ഡ്,
ഏത് ദിവസമാണ് ആ അനൗൺസ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പിൻ പോയിൻ്റ് ചെയ്യണം. ദെൻ പ്രീ അസംഷൻ ഇൻ ഇവൻറ്റ് സ്റ്റഡീസ് ഈസ് ദാറ്റ് ദ ടൈമിംഗ് ഓഫ് ദി ഇവൻറ്റ് ഈസ് നോൺ വിത്ത് എ ഫെയർ ഡിഗ്രി ഓഫ് സർട്ടനിറ്റി. ഇതിൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് എന്താണ്, ടൈമിങ് നമുക്ക് എന്ത് ചെയ്യാം, അറിയാം എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈമിംഗ് അറിയാം എന്നുള്ളതാണ് പ്രിസംഷൻ ഓഫ് എന്താണ് ഇവൻറ്റ് സ്റ്റഡീസിലുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഡേറ്റും അതേപോലെ തന്നെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം. So since the financial market reacts to the information about an event rather than event itself, most event studies are centered around the announcement date for the event. എന്താണ്, അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് റിയാക്ട് ടു ദ ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഇവൻറ്റ്. അതായത് എന്താണ്, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്തിനാണ്, ആ ഇവൻറ്റിൽ നിന്നുണ്ടാകുന്ന ഇൻഫർമേഷൻ അതല്ലെങ്കിൽ ആ ഇവൻറ്റിനോട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. മോസ്റ്റ് ഇവൻറ്റ് സ്റ്റഡീസ് ആർ സെൻറ്റേഡ് അറൗണ്ട് ദ അനൗൺസ്മെൻറ്റ് ഡേറ്റ് ഫോർ ദി ഇവൻറ്റ്. ഈ ഇവൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് ഡേറ്റിന് അതിൻ്റെ അടുത്തായിട്ടാണ് എന്താ ചെയ്യുന്നത്, സെൻറ്റർ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അനൗൺസ്മെൻറ്റ് ഡേറ്റ് നോക്കുക, നടുക്കാണല്ലോ എന്താണ്, അതിൻ്റെ പ്രീയും ഉണ്ട് അതേപോലെ തന്നെ എന്താണ് പോസ്റ്റും ഉണ്ട് നോക്കുക. അത് കൃത്യമായി നമുക്ക് പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കളക്ടിങ് റിട്ടേൺസ്. സോ വൺസ് ദ ഇവൻറ്റ് ഡേറ്റ്സ് ആർ നോൺ, റിട്ടേൺസ് ആർ കളക്റ്റഡ് അറൗണ്ട് ദീസ് ഡേറ്റ്സ് ഫോർ ഈച്ച് ഓഫ് ദ ഫേംസ് ഇൻ ദ സാമ്പിൾ. എന്താണ്, നമുക്ക് ഇവൻറ്റ് ഡേറ്റ്സ് നമുക്കറിയാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സാമ്പിളിലുള്ള ഫേമിൻ്റെ എന്ത് ചെയ്യുക, റിട്ടേൺസ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക, ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ഇൻ ഡൂയിങ് സോ 2 decisions ഹാവ് ടു ബി മെയ്ഡ്. നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. ഒന്ന്, ഫസ്റ്റ് ദ അനലിസ്റ്റ് ഹാസ് ടു ഡിസൈഡ് വെദർ ടു കളക്ട് വീക്ക്ലി, ഡെയിലി ഓർ ഷോർട്ട് ടേം ഇൻ്റർവെൽ റിട്ടേൺസ് അറൗണ്ട് ദി ഇവൻറ്റ്. അപ്പോൾ ഏത് ഡാറ്റയാണ്, അതായത് വീക്ക്ലി ഡാറ്റയാണോ അതേപോലെ അല്ലെങ്കിൽ ഡെയിലി ഡാറ്റയാണോ ഷോർട്ട് ടേം ഇൻ്റർവെൽ റിട്ടേൺസ് ആണോ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കണം. ദിസ് വിൽ ഇൻ പാർട്ട് ബി ഡിസൈഡഡ്. ഇതെങ്ങനെയാണ് ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺസിഡറേഷൻ ഹൗ പ്രിസൈസ്ലി ദ ഇവൻറ്റ് ഡേറ്റ്സ് ഈസ് നോൺ. എത്ര ചുരുക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അറിയുവാൻ സാധിക്കുക. മോർ പ്രിസൈസ് ആകുന്ന സമയത്ത് ദ മോർ ലൈക്ലി ഈസ് ദാറ്റ് ഷോർട്ടർ റിട്ടേൺ ഇൻ്റർവെൽസ് ക്യാൻ ബി യൂസ്ഡ്. എന്താണ്, ഷോർട്ടർ റിട്ടേൺ ഇൻ്റർവെൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹൗ ക്വിക്കലി ഇൻഫർമേഷൻ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ പ്രൈസസ്. എത്ര പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നത്, പ്രൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ദ ഫാസ്റ്റർ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ദ ഷോർട്ടർ റിട്ടേൺ ഇൻ്റർവെൽ ടു യൂസ്. എന്നാണ്, ഒരുപാട് ഫാസ്റ്ററിൽ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട് എങ്കിൽ, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ഷോർട്ട് ടേം റിട്ടേൺ ആണ് എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. അടുത്തത് സെക്കൻഡ്, ദ അനലിസ്റ്റ് ഹാസ് ടു ഡിറ്റർമിൻ ഹൗ മെനി പീരീഡ്സ് ഓഫ് റിട്ടേൺസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ അനൗൺസ്മെൻറ്റ് ഡേറ്റ് വിൽ കൺസിഡർഡ് ആസ് എ പാർട്ട് ഓഫ് ദി ഇവൻറ്റ് വിൻഡോ. രണ്ടാമത് നമ്മൾ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ടൈമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവൻറ്റ് വിൻഡോയിൽ എന്ത് ചെയ്യേണ്ടത്, പ്രീ ആയിട്ടും പോസ്റ്റ് ആയിട്ടും നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പോൾ നമുക്കത് എത്ര വേണമെങ്കിൽ 10 മുതൽ എന്താണ് 15, 20 അപ് ടു 1 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, അത് എന്ത് ചെയ്യാം, ഇവൻറ്റ് വിൻഡോയിൽ ഉൾക്കൊള്ളിക്കാം. ഓക്കെ, പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ്, എന്താണ് പ്രീ ഇവൻറ്റ് പീരീഡ്, അതേപോലെ തന്നെ എന്താണ് പോസ്റ്റ് ഇവൻറ്റ് പീരീഡ്. സോ ദാറ്റ് ഡിസിഷൻ ഓൾസോ വിൽ ബി ഡിറ്റർമിൻഡ് ബൈ ദ പ്രിസിഷൻ ഓഫ് ദി ഇവൻറ്റ് ഡേറ്റ്. സിൻസ് മോർ ഇംപ്രിസൈസ് ഡേറ്റ്സ് വിൽ റിക്വയർ ലോങ്ങർ വിൻഡോസ്. എന്താണ്, നമുക്ക് കൃത്യമായിട്ട് ആ പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റ് അറിയാം. അപ്പോൾ ഇംപ്രിസൈസ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ വലിയ വിൻഡോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. അപ്പോൾ നോക്കുക, ടൈം ലൈൻ ഓഫ് എൻ ഇവൻറ്റ് സ്റ്റഡി എന്നുള്ളത്. അപ്പം എന്താണ് ടൈം ലൈൻ ഫോർ എ ടിപ്പിക്കൽ ഇവൻറ്റ് സ്റ്റഡീസ് ഷോ ബിലോ. എന്താണ് നോക്കുക, ഇൻ്റർവെൽ T0 ടു എന്താണ് T1 എന്ന് പറയുന്നതാണ് എസ്റ്റിമേഷൻ പീരീഡ് അല്ലെങ്കിൽ പ്രീ ആണ്. ആൻഡ് ദ ഇൻ്റർവെൽ T1 ടു T2 ഈസ് എന്താണ് ഇവൻറ്റ് വിൻഡോ. T1 മുതൽ T2 വരെയുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവൻറ്റ് വിൻഡോ എന്ന് പറയുന്നത്. ദെൻ ടൈം 0 ഇസ് ദി ഇവൻറ്റ് ഡേറ്റ് ഇൻ കലണ്ടർ ടൈം. എന്താണ് 0-യിലാണ്, ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇവൻറ്റ് സംഭവിക്കുന്നത്. T2 ടു T3 ആണ് എന്ത് പോസ്റ്റ് ഇവൻറ്റ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്റിമേഷൻ പീരീഡും പോസ്റ്റ് ഇവൻറ്റ് പീരീഡ്, ഇവൻറ്റ് വിൻഡോ, ഇതാണ് എന്ത് 3 കോമ്പണൻ്റ് ആയിട്ട് ഉള്ളത്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ഫോർ മാർക്കറ്റ് പെർഫോമൻസ് ആൻഡ് റിസ്ക്. സോ ദ റിട്ടേൺസ് ബൈ പീരീഡ് അറൗണ്ട് ദ അനൗൺസ്മെൻറ്റ് ഡേറ്റ് ആർ അഡ്ജസ്റ്റഡ് ഫോർ മാർക്കറ്റ് പെർഫോമൻസ് ആൻഡ് റിസ്ക് ടു അറൈവ് അറ്റ് എക്സസ് റിട്ടേൺസ് ഫോർ ഈച്ച് ഫേം ഇൻ ദ സാമ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
റിട്ടേൺസ് നമ്മൾ എന്ത് ചെയ്യണം ബൈ പീരീഡ് എന്ത് ചെയ്യുക അനൗൺസ്മെൻറ്റ് അറൗണ്ട് ദി അനൗൺസ്മെൻറ്റ് ഡേറ്റിന് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് പെർഫോമൻസിനും റിസ്കിനും അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക എക്സസ് റിട്ടേൺ ഓരോ ഫേമിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുക. സാധാരണയായിട്ട് ഫോർ ഇൻസ്റ്റൻസ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലൊക്കെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യാനാണെങ്കിൽ എക്സസ് റിട്ടേൺ ഓഫ് ദ പീരീഡ് എന്ന് പറയുന്നതായിരിക്കും റിട്ടേൺ ഓൺ ഡേ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു റിട്ടേൺ ഓൺ മാർക്കറ്റ് ഓൺ ഡേ ടി. എന്താണത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. എന്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ അവിടെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ഫോർ മാർക്കറ്റ് പെർഫോമൻസ് ആൻഡ് റിസ്ക്. ഇനി അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ക്രോസ് സെക്ഷണൽ ആവറേജ്. സോ ദ എക്സസ് റിട്ടേൺസ് ബൈ പീരീഡ് ദ ആവറേജ് ക്രോസ് സെക്ഷണൽ ഓഫ് ഓൾ ഫേംസ് ഇൻ സാമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് എറർ ഈസ് കമ്പ്യൂട്ടഡ്. ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ആവറേജ് എക്സസ് റിട്ടേൺ ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു ER GT ഡിവൈഡഡ് ബൈ N ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഈവൻറ്റ്സ് ഇൻ ദ ഇവൻറ്റ് സ്റ്റഡി. ഇപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ക്രോസ് സെക്ഷണൽ ആവറേജ് കണ്ടുപിടിക്കുക. ദെൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. So the question of whether the excess returns around the announcement are different from zero is answered by estimating the t statistics for each n by dividing the average excess return by the standard error. അതായത് the question of whether the excess return around the announcement are different. അതായത് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ നമ്മൾ നടത്തിയിട്ടുള്ള ഇവൻ്റ് സ്റ്റഡി സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദ ക്വസ്റ്റ്യൻ വെദർ ദ എക്സസ് റിട്ടേൺ അറൗണ്ട് ദ അനൗൺസ്മെൻറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം സീറോ. അതായത് സീറോയിൽ നിന്നും എന്താണ് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ആൻസർ ചെയ്യുക ബൈ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ടി സ്റ്റാറ്റിസ്റ്റിക്സ്. ഓരോന്നിനും എന്താണ് ടി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്സസ് റിട്ടേൺ ഓൺ ദ ഡേ ടി ഈസ് ഈക്വൽ ടു ആവറേജ് എക്സസ് റിട്ടേൺ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇനി അതിൻ്റെ കൺക്ലൂഷൻ നോക്കുക. ഇഫ് ദ ടി സ്റ്റാറ്റിസ്റ്റിക്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ് എങ്കിൽ ദ ഇവൻറ്റ് എഫക്ട്സ് ദ റിട്ടേൺ. ഓക്കെ, എന്താണ് ഇവൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് റിട്ടേൺ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ. ആൻഡ് ദ സൈൻ ഓഫ് ദ എക്സസ് റിട്ടേൺ ഡിറ്റർമിൻ വെദർ ദി എഫക്റ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നാണ്. അതിൻ്റെ സൈനാണ് നമുക്ക് എന്ത് ചെയ്യുക പോസിറ്റീവ് എഫക്റ്റ് ആണോ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് എഫക്റ്റ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യും നമുക്കതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇവൻറ്റ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്.